അപ്പോൾ കഴിഞ്ഞ ദിവസം വിജയ് അണ്ണൻ്റെ ദ ഗോട്ട് എന്ന സിനിമയിൽ ഒരു സോങ് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു, ദ സ്പാർക്ക് സോങ്. പക്ഷേ സോങ് ആർക്കും സ്പാർക്ക് അടിച്ചില്ല എന്ന് മാത്രമല്ല, അത് നല്ല രീതിയിൽ ട്രോൾ ആകുകയും ചെയ്തു. നമ്മുടെ അമൽ ദേവീസ് ആയിട്ടുള്ള നല്ല രീതിയിലുള്ള ട്രോൾസ് ആണ് വന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോഴും നല്ല രീതിയിൽ വരുന്നുണ്ട്. പിന്നെ വെങ്കട് പ്രഭുവും യുവൻ ശങ്കർ രാജയും തല ഫാൻ ആണെന്നൊക്കെയുള്ള ട്രോൾസും കുറേ വരുന്നുണ്ട്. ഇന്ന് നോക്കാൻ പോകുന്നത് ഈ കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ നേരെ പോയേക്കാം. സത്യം പറഞ്ഞാൽ ഈ പാട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. വിജയുടെ വേറെ പടം ഇറങ്ങുമ്പോൾ ഒരു ഓളം ഇതിനില്ല. പാട്ടിനേക്കാൾ എനിക്ക് ഇഷ്ടപ്പെടാതെ ഇരുന്നത് ഈ ഒരു ലുക്കാണ്. ഈ ട്രോൾസൊക്കെ വരുന്നത് കറക്റ്റാണ്, അമൽ ദേവീസ് തന്നെ. എന്തുവാടാ ഈ കാണിച്ചു വെച്ചിരിക്കുന്നത്? വിജയനെ എങ്ങാക്കാൻ നോക്കിയതാണെന്ന് മനസ്സിലായി, പക്ഷേ ഇതൊക്കെ അത്ര നല്ലതിനല്ല കേട്ടോ. ഡി ഏജിങ് പ്രോസസ്സിനെ കയറ്റുമ്പോൾ നല്ല രീതിയിലൊക്കെ പണി വെക്കേണ്ടതാണ്. ഈ ഒരു സാധനം കണ്ടിട്ട് അങ്ങനെ തോന്നുന്നില്ല. ഇതിൻ്റെ പോസ്റ്റർ ഇറങ്ങിയപ്പോഴും ഒരു ചെറിയ ഗ്ലിംസ് ഇറങ്ങിയപ്പോഴും ഈ ഒരു യങ് ലുക്ക് വിഷയം തന്നെയായിരുന്നു. ഈ ഒരു പ്രശ്നം ഇത്രയൊരു രീതിയിൽ വരുമെന്ന് എനിക്ക് പേഴ്സണലി തോന്നുന്നില്ല. ഇത്രയൊരു പ്രശ്നം ആവുമെന്ന് ഓർത്തില്ല. കുറേ സിനിമയിലൊക്കെ ഡി ഏജിങ് ഒക്കെ നല്ല രീതിയിൽ വെടിപ്പായിട്ട് ചെയ്ത് നമ്മൾ കണ്ടതാണ് ഓൾറെഡി. എക്സാമ്പിളായിട്ട് നോക്കുകയാണെങ്കിൽ ആനിമലിൽ രൺബീർ കപൂറിന് ചെയ്തിട്ടുണ്ടായിരുന്നു. യങ് ലുക്കൊക്കെ അതാണ് യൂസ് ചെയ്തിരിക്കുന്നത്. അതൊക്കെ നല്ല രീതിയിൽ ബെറ്റർ ആയിരുന്നു. പിന്നെ ഡങ്കിലൊക്കെ ചെയ്തിട്ടുണ്ടെന്ന് തോന്നുന്നു. ഇത് ആൾക്കാർ കുറേ പ്രതീക്ഷിച്ചിരുന്നപ്പോൾ കിട്ടിയത് ഇതാണ്. ട്രോൾസ് ഒന്നും വിജയ്ക്ക് പുത്തരിയല്ലെന്ന് അറിയാം, പക്ഷെ ഇനി 2 പടം കൂടിയല്ലേ ഉള്ളൂ, അങ്ങനെയാണ് പറയുന്നത്. അതുകൊണ്ട് ബെറ്റർ ആക്കിയിരുന്നാൽ നന്നായിരുന്നു ഫാൻസിനും എനിക്കും. സമാധാനമായതിനെ കുറച്ച്. ഇതിപ്പോൾ ബീസ്റ്റിനേക്കാൾ ട്രോൾസ് വരുമെന്ന് പേടിച്ചിരിക്കുകയാണ് എല്ലാവരും. എനിക്ക് തോന്നിയത് ക്ലീൻ ഷേവ് അടിച്ച് പുള്ളി കുറച്ച് വെയിറ്റും കുറച്ചിരുന്നാൽ സെറ്റായേനെ ഇതിനേക്കാളും. പിന്നെ പടത്തിൻ്റെ സ്റ്റോറി ബെറ്റർ ആയാൽ ഇതൊന്നും അത്ര പ്രശ്നമല്ല. പക്ഷെ വേറൊരു കാര്യമുണ്ട്, ഇതും ഇങ്ങനെയായി സ്റ്റോറിയും പോരെങ്കിൽ വേൾഡ് വൈഡ് ഊക്കായിരിക്കും. ഹേറ്റേഴ്സൊക്കെ എടുത്ത് ട്രോളുന്നുണ്ട്. പിന്നെ ട്രോളുന്നതിലും കാര്യമുണ്ട്, അതുകൊണ്ടൊന്നും പറയാനും പറ്റത്തില്ല. പിന്നെ ഈ മന്ത് ടീസർ വരാൻ സാധ്യതയുണ്ട്. കാരണം റിലീസ് ഡേറ്റ് അടുത്തല്ലോ, അപ്പോൾ കുറച്ചുകൂടെ വ്യക്തത വരും എന്താണ് എങ്ങനെയൊക്കെയാണെന്ന്. പിന്നെ ഈ ഒരു ഡീറ്റെയിൽസ് ഒക്കെ കാണുമ്പോൾ ജെമിനിമാനായിട്ട് നല്ലൊരു സിമിലാരിറ്റി ഉണ്ട്. കാരണം ഈ ഒരു ഡി ഏജിങ് പരിപാടിയൊക്കെ തന്നെയാണ് അതിലും ചെയ്തു വെച്ചിരിക്കുന്നത്. അതാകരുത് എന്നാണ് എനിക്ക്. കാരണം അത്ര വലിയ ഇമ്പാക്റ്റ് ആ ഒരു പടം എനിക്ക് തോന്നിയില്ല. പിന്നെ വെങ്കട് പ്രഭു അതിൻ്റെ റീമേക്ക് അല്ല എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. പുള്ളിയെ വിശ്വസിക്കാൻ പറ്റത്തില്ല. ഇങ്ങനെയൊക്കെ എത്ര പേര് പറഞ്ഞു പോയിട്ടുണ്ട്. ദ ഗോട്ട് ഇത്രയും നാളും ഇറങ്ങിയ അപ്ഡേറ്റ്സ് വെച്ച് നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത്? ഒന്ന് കമൻറ്റ് ചെയ്തേക്ക്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക.